ഹലോ ഗേസ്, വെൽക്കം ടു യുവർ ചാനൽ ദേവിക വിജിൽ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നെൻ്റെ വല്യമ്മയുടെ വീട്ടിലെ രണ്ടാമത്തെ ഡേ ആണ്, അതായത് അബിയുടെ വീട്ടിലെ രണ്ടാമത്തെ ഡേ. രാവിലെ ഞാൻ നേരത്തെയാണ് എണീറ്റത്, എന്നത്തെയും പോലെയൊന്നും അല്ല. എണീറ്റിട്ട് പുറത്തിറങ്ങി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് തോന്നുന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ പല്ല് തേക്കൽ ചടങ്ങിലേക്ക് കടന്നു ഗേസ്. പേസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നിട്ട് നേരെ പല്ല് തേച്ചു. പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ താഴത്തെ നിലയിലോട്ട് പോയി. അവിടെയാണ് കുക്കൊക്കെ ചെയ്യുന്നത്. സോ അവിടെ ചെന്ന് നമ്മളെല്ലാവരും കൂടെ ഇരുന്നതേ ചായയൊക്കെ കുടിച്ചു. ഞാനും വിച്ചു അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് അബിക്ക് ചായ കൊടുക്കേണ്ടി പോയപ്പം വല്യമ്മ പറഞ്ഞാൽ രാവിലെ ചായ കുടിക്കില്ലെന്ന്, എന്തൊരു ചെറുക്കനെന്ന് പറഞ്ഞുകൂടാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അബിയും ഗോപു എല്ലാവരും കൂടെ മുകളിൽ കയറി. വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വിച്ചുവിനെ കാണാനില്ല. നമ്മൾ തപ്പി നടന്നപ്പോഴാണ് അബി പറയണത് വിച്ചു ചേട്ടാ ഇവിടെ അളിയനെന്നാണ് വിളിക്കുന്നത്. അളിയനാണല്ലോ അവൻ്റെ. അളിയൻ ഇവിടെ ഉണ്ട് ടെറസിൻ്റെ മുകളിലെന്ന്. അങ്ങനെ പോയി നോക്കിയപ്പോൾ അതേ ചിരിച്ചുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. വിച്ചുവിനെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളുപ്പിനൊക്കെ രാവിലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ എണീറ്റിട്ട് നല്ല മഞ്ഞൊക്കെ ആയിരിക്കും അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കാൻ. ഇവിടെ നിന്ന് ചുറ്റും നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഫോണിൽ കാണണമല്ലേ എന്നല്ല, ശരിക്കും വന്ന് നോക്കുമ്പോൾ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കറ്റാർ വാഴയാണ്. വല്യച്ഛനത് നട്ടതാണ്, പക്ഷേ കൂടുതൽ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, കൂടുതലുള്ളത് കറ്റാർ വാഴയാണ്. എൻ്റെ വീട്ടിലില്ലാത്തതും എന്നാൽ ഇവിടെ ഉള്ളതും കറ്റാർ വാഴയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന വ്യൂ ഇല്ലേ, ഇത് ശരിക്കും കാണാൻ അടിപൊളിയാണ്. കാരണം ചുറ്റിനും വീടൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന വീടുകളിലും മിക്കതും നമ്മുടെ ബന്ധുക്കളെയൊക്കെയാണ്. നമ്മൾ വന്നതിൻ്റെ പുറകെ ഞാനും അനിയത്തിയും അബിയും വിച്ചൊക്കെ വന്നതിൻ്റെ പുറകെ അമ്മയും വല്യമ്മയും കൂടെ കയറി വന്നിട്ടുണ്ട്. ആ ഇരിക്കുന്ന കാറ് എൻ്റെ വല്യമ്മയുടെ ആദ്യത്തെ മോൻ്റെയാണ്, ആദ്യയുടേത്. സോ ഇതാണ് ഈ കാണുന്ന പനയൊക്കെ നമ്മുടെ ആ വീട്ടിൻ്റെ പുറകു വശത്തുള്ളതാണ്. ടെറസിൽ നിന്ന് നോക്കുമ്പം അടുത്ത് പന നിൽക്കണമല്ലോ, നമുക്ക് തൊടാനൊക്കെ പറ്റുമേ. അപ്പോൾ അത്രയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. ഇത് ഒരു സൈസ് പുല്ലാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അതിന് വളർത്തുന്ന ചെടിയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ പൂവ് കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മളവിടെ നിന്ന് കാര്യമൊക്കെ പറയുന്ന കൂട്ടത്തിൽ വല്യമ്മയും അമ്മയും കൂടെ തുണിയൊക്കെ കഴുകിയിടുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, ചുമ്മാ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാമെന്ന്. അബി എനിക്കറിയാം നമ്മൾ വന്നുകൊണ്ടായിരിക്കും കുറച്ച് ഇളവി നടക്കുകയാണ്, കാരണം അവന് വേറെ ചേട്ടനോ അനിയനോ ഒന്നും ആരും ഇല്ലല്ലോ. സോ അവ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കാണുമ്പം അവന് ഭയങ്കര ഒരു ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് താഴെ വന്നിട്ട് സ്കിൻ കെയറും കൂടെ ചെയ്തത്. പ്ലമ്മിൻ്റെ നിയാസിറമയുടെ 5% അടങ്ങിയിട്ടുള്ള ഫേസ് സെറവും പ്ലമ്മിൻ്റെ തന്നെ നിയാസിറമയുടെ 2% അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ജെല്ലും കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ സ്കിൻ കെയർ ഞാൻ നടത്തിയത്. നല്ലൊരു പ്ലംഷ് ആയിട്ടുള്ള സ്കിന്ന് തരാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ റൈസ് വാട്ടറൊക്കെ ആഡ് ആയിട്ടുണ്ട്. പ്ലമ്മിൻ്റെ എല്ലാ പ്രൊഡക്റ്റും പർപ്പിൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ വെബ്സൈറ്റിൽ നിന്നും വാങ്ങിക്കാം, ആപ്പിൽ നിന്നും വാങ്ങിക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഈ കാണുന്ന ട്രോഫികളെല്ലാം എൻ്റെ വല്യച്ഛനാണ് വാങ്ങിച്ചത്. ഹീസ് എ ക്രിക്കറ്റ് പ്ലെയർ. സോ അങ്ങനെ വാങ്ങിച്ച ട്രോഫികളാണ് ഇരിക്കുന്നത്. ഈ വലിയ ട്രോഫി എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. വല്യച്ഛനാണ് ഈ ട്രോഫി കിട്ടിയെങ്കിലും അബിയെക്കൊണ്ടാണ് വല്യച്ഛൻ ഇത് വാങ്ങിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ആഡ് ആക്കി ഇട്ടിട്ടുള്ളത്. സോ ഇത്രയും ട്രോഫികളാണ് എൻ്റെ വല്യച്ഛനുള്ളതും ആ വീട്ടിൽ ഉള്ളതും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മെഡൽസൊക്കെ ഇരിപ്പുണ്ട്. ആ മെഡൽസ് എല്ലാം എൻ്റെ വല്യച്ഛൻ തന്നെയാണ് വാങ്ങിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് കട്ടന് നല്ല ചൂട് പപ്സും കൂടെ കിട്ടി. അങ്ങനെ അത് നമ്മൾ രണ്ടും കൂടെ അകത്താക്കി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുളിക്കണമല്ലോ, സമയം ഇത്ര ആയല്ലോ എന്നുള്ളൊരു ബോധം എനിക്ക് വന്നത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മുകളിൽ ടെറസിൽ പോയിട്ട് കറ്റാർ വാഴയൊക്കെ എടുത്തുകൊണ്ട് വരാൻ, എന്നിട്ട് അത് ഹെയറിൽ യൂസ് ചെയ്തിട്ട് കുളിക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ നേരെ പോയി കറ്റാർ വാഴയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കേസ് ഫൈനലി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ വല്യമ്മയുടെ കയ്യിൽ ഇരുന്ന ടോപ്പാണ്, എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന ടോപ്പാണ്. അപ്പോൾ വിച്ച് പറഞ്ഞ് ടോപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കാണാൻ നല്ല രസമുണ്ടെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് ടോപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മളൊന്ന് കടയിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.